വാരാണസിയിൽ നിന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം. വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചതിന് നഴ്സറി വിദ്യാർത്ഥിയെ കത്തി ചൂടാക്കി പൊള്ളിച്ചിരിക്കുകയാണ് പ്ലേ സ്കൂൾ അധ്യാപിക. വാരാണസിയിലെ ഒരു പ്ലേ സ്കൂളിലാണ് ഈ 5 വയസ്സുകാരനായ നഴ്സറി വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ ശിക്ഷാ നടപടിയുണ്ടായത്. വാരാണസിയിലെ ഒരു സ്വകാര്യ സ്കൂളിലെ നഴ്സറി അധ്യാപിക 5 വയസ്സുള്ള കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കത്തി ചൂടാക്കി വെച്ച് പൊള്ളിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കുട്ടി ആദ്യം തന്നെ അധ്യാപികയോട് അനുമതി ചോദിച്ചെങ്കിലും അത് നിഷേധിച്ചതിനെ തുടർന്ന് കുട്ടി പാന്റിനുള്ളിൽ മൂത്രമൊഴിക്കുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷം വിവരമറിഞ്ഞ അധ്യാപിക കത്തി ചൂടാക്കി കുട്ടിയുടെ സ്വകാര്യ ഭാഗം പൊള്ളിച്ചുവെന്നാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ പിതാവും അഭിഭാഷകനുമായ കേസരി ജയ്സ്വാൾ ലാൽപൂർ പണ്ടേപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് അധ്യാപികയ്ക്കും പ്രിൻസിപ്പലിനും സ്കൂൾ മാനേജ്മെന്റിനുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. 1:30 बजे मेरा बच्चा स्कूल से आया 1 बजे के आसपास, तो उसके बाद जो है कि उसके पेनिस उसका जला हुआ था. तो मेरी मैडम जो गीतिका गुप्ता ने फ़ोन किया स्कूल में, तो मैडम ने फ़ोन नहीं उठा. सुसु आई ऐसे करके अपना गया. फिर उसके बाद वो बता रहा है पूरी तरह से, उससे पूछा जाए, मेरे बच्चे से पूछा जाए, वो खुद बताएगा. ऐसे नहीं, ऐसे जलाई, ऐसे चाकू ऐसे की और फिर ऐसे सटा दे बच्चा के जला. किस स्कूल का मामला है? सेरेन सुनील पब्लिक स्कूल कासिंग. ഈ സംഭവം നടന്നതിന് ശേഷം സ്കൂൾ അധികൃതർ സഹായിക്കുന്നതിന് പകരം തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. പാണ്ഡേപൂരിലെ സരീൻ സോണി പ്ലേ സ്കൂൾ നഴ്സറി വിദ്യാർത്ഥിയായ മകൻ ജൂലൈ 24-ന് സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്ന് പരാതിപ്പെട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഇങ്ങനെയാണ് പിതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. വീട്ടിലെത്തിയ കുട്ടിയുടെ അമ്മ നടത്തിയ പരിശോധനയിലാണ് ഈ പൊള്ളൽ കണ്ടെത്തിയത്. പ്രീതി കുശ്വാഹ എന്ന അധ്യാപികയോട് വാഷ്റൂമിൽ പോകാൻ അനുമതി ചോദിച്ചെങ്കിലും അവർ അനുമതി നിഷേധിച്ചപ്പോൾ കുട്ടി ട്രൗസറിൽ തന്നെ മൂത്രമൊഴിച്ചതിനെ തുടർന്നാണ് അധ്യാപിക ഇത്ര വലിയൊരു ക്രൂരത ആ കുട്ടിയോട് ചെയ്തത്. അധ്യാപിക കുട്ടിയെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗ്യാസ് സ്റ്റൌവിൽ കത്തി ചൂടാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ വെച്ചെന്നാണ് കുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് ജൂലൈ 25-ന് ഈ ഭാര്യയും മകനും ചേർന്ന് സ്കൂൾ പ്രിൻസിപ്പലിനെയും മാനേജ്മെന്റിനെയും ഒക്കെ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചാണ് ജയ്സ്വാള് പോലീസിനെ സമീപിച്ചത്. ये छोटा सा बच्चा है, अब बच्चा 5 साल का बच्चा शरारत तो करेगा ही. प्ले ग्रुप क्या है, बड़ों का है, समझदार है. यहाँ तो बड़े भी समझदार नहीं है. बड़े समझदार हैं, वो भी समझदार है, वो भी गलतियां करते हैं, फिर माफी मांगते हैं कि नहीं. फिर उसके बाद जो है कि ये हैं प्रीति कुशवाहा हैं और उनकी एक हेमलता प्रिंसिपल है और निरूपा सिंह है. ये लोग अपने स्कूल है. बच्चा ने कुछ किया, उसको बाथरूम लगा तो वो अपना पकड़ के टेनिस दौड़ के गया. जो भी हुआ मना की, जब टीचर है मना की, वो कहा कि हम सुसु आई ऐसे करके अपना गया. फिर उसके बाद वो बता रहा है पूरी तरह से, उससे पूछा जाए, मेरे बच्चे से पूछा जाए, वो खुद बताएगा. ऐसे नहीं, ऐसे जलाई, ऐसे चाकू ऐसे की और फिर ऐसे सटा दे बच्चा के जला. സംഭവത്തിൽ ഇപ്പോൾ അധ്യാപികയായ കുശ്വാഹ, സ്കൂൾ മാനേജ്മെന്റ്, പ്രിൻസിപ്പൽ എന്നിവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്തമായ വ്യവസ്ഥകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ സെക്ഷൻ 115 സ്വമേധയാ പരിക്കേൽപ്പിക്കൽ, 118 അപകടകരമായ ആയുധങ്ങളോ മറ്റോ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ, 351 ഭീഷണി എന്നിവ ഉൾപ്പെടുത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. എന്നിരുന്നാലും DDO ജില്ലാ ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പൊള്ളലേറ്റതായി പരാമർശിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. आज दिनांक 25/7/2026 को थाना लालपुर पांडेपुर अंतर्गत सूचना प्राप्त हुई कि एक निजी विद्यालय में कार्यरत महिला शिक्षिका के द्वारा एक बच्चे के निजी अंग को गर्म चाकू द्वारा जलाया गया. सूचना की गंभीरता को देखते हुए तत्काल FIR पंजीकृत कराई गई और आवश्यक वैधानिक कार्रवाई प्रारंभ की गई. मेडिकल रिपोर्ट प्राप्त होते ही अग्रिम विधिक कार्रवाई अमल में लाई जाएगी. ലാൽപൂർ പാണ്ഡേപൂർ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള അഗാത്ത എന്ന പ്രദേശത്തെ ഒരു പ്ലേ സ്കൂളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ആരോപണ വിധേയരായ അധ്യാപികയെയും സ്കൂൾ മാനേജ്മെന്റിനെയും അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ്.
കുട്ടി വാഷ്റൂമിൽ പോകാൻ അനുവാദം ചോദിച്ചിട്ടും എന്തുകൊണ്ട് അധ്യാപിക അതിന് സമ്മതിച്ചില്ല എന്ന ആരോപണവും ഇപ്പോൾ അധ്യാപികയ്ക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.